അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പഠിച്ച ആ വിഷയങ്ങളെ തന്നെ നമ്മൾ ഒന്നുകൂടെ ചർച്ച ചെയ്യാം. അറബി അക്ഷരങ്ങൾ 28 ഉണ്ട് അല്ലേ? അതിൽ 15 അക്ഷരങ്ങൾ എളുപ്പം പഠിക്കാമെന്ന് പറഞ്ഞു. അത് നമ്മൾ പരിചയപ്പെടുത്തി. ഏതൊക്കെയാണ്? ആ, ബ, ത, പറഞ്ഞു, ജ, പിന്നെ ദ, റ, സ, ഷ, ക, ല, മ, ന, വ, ഹ, യ. അതാണ് നമ്മൾ പ്രാഥമികമായിട്ടൊരാൾ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന അക്ഷരങ്ങളിലൊക്കെ അല്ലേ? പിന്നെ അതിനകത്ത് നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെ? ഉദാഹരണം പറഞ്ഞാൽ അലിഫ്, ബാ, താ, സാ. സാ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. സാ നാവിൻ്റെ തല വന്ന് മുമ്പിൽ തട്ടുന്നു. പിന്നെ ഹ തൊണ്ടയുടെ നടുക്കുന്നു അല്ലേ? പിന്നെ ഹ, ഐന്, ഖൈന്, ഇതൊന്നും ഇതിനകത്ത് നമ്മൾക്ക് വരുന്നില്ല. ഇപ്പം നമുക്ക് എന്താണ് ആർക്കും മനസ്സിലാവുന്ന 15 അക്ഷരങ്ങൾ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു രസകരമായ ഒരു രീതിയാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എന്താണ്? ഈ 15 അക്ഷരങ്ങളെ നമുക്കിതിനകത്ത് വെച്ച് ഒരു പരിശീലനം കൊടുക്കാൻ പറ്റും. എന്താണ്? ഉദാഹരണം നോക്കിക്കേ. മേലിൽ എഴുതിയേക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചേ. ബ വായിച്ചു, രണ്ടുപേരും വായിച്ചു. ബ, 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 ബി, ബ, ബുൻ. ആ ഒരു വരി തന്നെ എടുക്കാം നമുക്ക്. എന്തൊക്കെയാ ചെയ്യുന്നത്? ബ, ബ, ബി, ബ, ബുൻ. അതെങ്ങനെ പാടുമെന്നറിയോ? അത് പാട്ടിലൂടെ പഠിപ്പിക്കുന്നത്. എങ്ങനെ? ഞാൻ പറയുന്നത് കേട്ടിട്ട്. ബ, ബ, ബി, ബ, ബുൻ. കണ്ട? ബ, ബ, ബി, ബ, ബുൻ. ബ, ബ, ബി, ബ, ബുൻ. ആദ്യമേ എന്ന് വായിച്ചു പഠിപ്പിക്കണം. എങ്ങനെ? ആദ്യത്തെ ഇതാ ബ, ബ. രണ്ടാമത്തെ എന്താ? മൂന്നാമത്തെ ബി. നാലാമത്തത് ബ, ബുൻ. അതൊരു പാട്ട് പോലെ ആക്കാം നമുക്ക് കുട്ടികൾക്ക്. എങ്ങനെ? ബ, ബ, ബി, ബ, ബുൻ. ബ, ബ, ബി, ബ, ബുൻ. ബ, ബ, ബി, ബ, ബുൻ. ഇതേപോലെ ഏത് അക്ഷരം നമുക്ക് എടുത്ത് വെക്കാം? താ എടുത്ത് വെക്കാം. ത, ത, തി, ത, തുൻ. ത, ത, തി, ത, തുൻ. ഇനി ജ ആണെങ്കിലോ? ജ, ജ, ജി, ജ, ജുൻ. ജ, ജ, ജി, ജ, ജുൻ. അടുത്തത് ദ ആണെങ്കിലോ? ദ, ദ, ദി, ദ, ദുൻ. ദ, ദ, ദി, ദ, ദുൻ. ഇങ്ങനെ അല്ലേ? എന്നാൽ ഇനി നമുക്ക് ഫുള്ള് നമ്മൾ പറയുന്ന കേൾക്കും. ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മതി. ബ, ബ, ബി, ബ, ബുൻ. ബ, ബി, ബ, ബുൻ. ബ, ബ, ബി, ബുനൽ. ബ, ന, ബുന. എങ്ങനെ? ബ, ബ, ബി, ബ, ബുൻ. ബ, ബി, ബ, ബുൻ. ബ, ബ, ബി, ബുനൽ. ബ, ന, ബുന. ഇത് ഒരെണ്ണം തന്നെ അങ്ങ് തറവാക്കണം. എല്ലാം കൂടി ഇട്ട് പഠിപ്പിച്ചാൽ മനസ്സിലാവത്തില്ല. അപ്പം ഇതെങ്ങനെയാണ്? അതിൻ്റെ കൂടെ പാടിക്കൊക്കെ. ബ, ബ, ബി, ബ, ബുൻ. ബ, ബ, ബി, ബ, ബുൻ. ബ, ബി, ബ, ബുൻ. ബ, ബ, ബി, ബുനൽ. ബ, ന, ബുന. കേട്ടാ? ഇതങ്ങനെ പരിശീലനം കൊണ്ടേ നമുക്ക് ആ ഒരു രീതി കിട്ടത്തുള്ളൂ. ഏത് കാര്യമായാലും നമുക്ക് ഈണം ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ് അല്ലേ? നമ്മൾ കുറച്ച് ഈണം കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അത് മറക്കത്തില്ല നമുക്ക്. കണ്ട? അപ്പോൾ ഈ ഏത് അക്ഷരം എന്ത് ചെയ്യുക? ഇതേപോലെ പറയാം അല്ലേ? ഇനി നമ്മുടെ ചാർട്ടിലുള്ള 1-2 പാട്ട് കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കിക്കോവനെ. എന്താണിത്? ബിസ്മില്ലയുടെ പാട്ട്. എന്താണ്? എന്താണ് ബിസ്മില്ല? നല്ലത് ചൊല്ലാൻ ബിസ്മില്ല, നല്ലത് ചെയ്യാൻ ബിസ്മില്ല, നല്ലൊരു വാക്യം ബിസ്മില്ല, നമുക്ക് ചൊല്ലാം ബിസ്മില്ല. ആദ്യം മൊഴിയാൻ ബിസ്മില്ല, ആരംഭിക്കാൻ ബിസ്മില്ല, തീനും കുടിയും ബിസ്മില്ല, തുടക്കമേതിനും ബിസ്മില്ല. ഒന്നുകൂടെ പാട്. നല്ലത് ചൊല്ലാൻ ബിസ്മില്ല, നല്ലത് ചെയ്യാൻ ബിസ്മില്ല, നല്ലൊരു വാക്യം ബിസ്മില്ല, നമുക്ക് ചൊല്ലാം ബിസ്മില്ല. ആദ്യം മൊഴിയാൻ ബിസ്മില്ല, ആരംഭിക്കാൻ ബിസ്മില്ല, തീനും കുടിയും ബിസ്മില്ല, തുടക്കമേതിനും ബിസ്മില്ല. ഇനി നമുക്ക് കുറേ പാട്ടുകൾ ഇതിനകത്ത് ഓരോന്നും നമുക്ക് പാടണം കേട്ടോ. ഇന്നലെ പാടിയ പാട്ടൊക്കെ ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ നബിയുടെ പേരെന്ത് അല്ലേ? അതുപോലെ ഉമ്മ ഉപ്പ പാടി നമ്മൾ. ഇനി ഉസ്താദിൻ്റെ പാടാനുണ്ട് അല്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്കതൊക്കെ പാടാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.